മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്ത് മുൽക്കിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നാം ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പടച്ചത് അല്ലാഹുവാണ്, ഭൂമിയെ പടച്ച് നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഭൂമിന്റെയും അതേപോലെ ആകാശത്തിനും ഇടയിലുള്ള അന്തരീക്ഷങ്ങൾ അതും കൺട്രോൾ ചെയ്യുന്നവൻ, അതും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് പടച്ച റബ്ബ് പറയുന്നത്, ഖുൽ, ഓ ഹബീബായ മുത്ത് നബിയെ, അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു പ്രഖ്യാപനം നടത്തുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു പ്രഖ്യാപനം നടത്തുക. വല്ലദീ അൻശഅകും, ആകാശത്തിനെയും ഭൂമിനെയും അതിൻ്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളെയും പടച്ച് നിയന്ത്രിക്കുന്ന അല്ലാഹു തന്നെയാണ് അൻശഅകും, നിങ്ങളെയും പടച്ചത്. മനസ്സിലായ? ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹുവ, അവൻ തന്നെയാണ്, അരി, ആകാശത്തിനെയും ഭൂമിനെയും എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ആ അല്ലാഹു തന്നെയാണ് അൻശഅകും, നിങ്ങളെയും പടച്ചത്. വല്ലാത്തൊരു വാക്കാണത്. ആകാശത്തിനെയും പടച്ചു, ഭൂമിനെയും പടച്ചു, അതിനെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ആ റബ്ബ് തന്നെയാണ് അൻശഅകും, നിങ്ങളെയും പടച്ചത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് അല്ലാഹു കാതിനെ പടച്ചു തന്നു, കേൾക്കാനുള്ള ചെവിയെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. വൽ അബ്സാറ, കാണാനുള്ള കണ്ണിന് അല്ലാഹു തആല പടച്ചു തന്നു. വൽ അഫ്ഇദത, ചിന്തിക്കാനുള്ള ഹൃദയത്തെ അല്ലാഹു തആല പടച്ചു തന്നു. എല്ലാം നിങ്ങൾക്ക് കണ്ണും കാതും ഇത് ചെവിയും അതേപോലെ ഹൃദയം നിങ്ങൾക്ക് പടച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഖലീലം മാ തശ്കുറൂൻ, നിങ്ങളുടെ ഭാഗത്ത് ശുക്ർ വളരെ 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 തുച്ഛമാണ്, വളരെ കുറച്ചമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നു. നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലെ, അല്ലദീ അൻശഅകും, നിങ്ങളെ അല്ലാഹു തആല പടച്ചു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലെ, ലഖദ് ഖലഖ്നൽ ഇൻസാന, ഞങ്ങൾ മനുഷ്യരെ പടച്ചിട്ടുണ്ട്, ഫീ അഹ്സനി തഖ്വീം, ചൊവ്വായ നല്ല ഒരു രൂപത്തിലാണ്, കാണാൻ നല്ല ഭംഗിയുള്ള എല്ലാ നിലക്കും അല്ലാഹു നിങ്ങളെ നല്ല നിലക്ക് പടച്ചു തന്നിട്ടുണ്ട്. ആ പടച്ച റബ്ബ് പറയുന്നു, നിങ്ങളെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. ആ അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. മാത്രമല്ല, വജഅല ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് അല്ലാഹു ചെവിയെ പടച്ചു തന്നു. എല്ലാത്തിനെക്കാട്ടി മുമ്പ് ചെവിയാണ് പറഞ്ഞത്, പിന്നെയാണ് കണ്ണ് പടച്ചതെന്ന് പറയുന്നത്, പിന്നെയാണ് ഹൃദയം പടച്ചതെന്ന് പറയുന്നത്. എന്തേ? എല്ലാത്തിനേക്കാളും ഇതുള്ളത് ചെവിയാണ്, അല്ലെ? ചിലപ്പോൾ കാണാത്തത് നമ്മൾ ചെവി കൊണ്ട് നമ്മൾ എന്താക്കും? കേൾക്കും. അതാണ് എവിടെയും പറഞ്ഞത്, അള്ളാഹു ഫസ്റ്റ് പറഞ്ഞത് ചെവിനെ നിങ്ങൾക്ക് എന്താക്കി പടച്ചു തന്നിട്ടുണ്ട്. എന്തേ? ചിലപ്പോൾ കാണാത്തത് നമുക്ക് നമുക്ക് എന്താക്കും? കേൾക്കാൻ കഴിയും. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിനിക്ക് മുമ്പ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു.
വലം യറ സഖ്സഉ, ആ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനെ മുത്തുനബി കണ്ടിട്ടില്ല, നബിയാകുന്ന മുന്നേ ശബ്ദം കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് വഅമ്മാ ബഅദഹാ, ആ നുബുവത്തിന്റെ ശേഷം ഫഖദ് റആ ജമീഅൽ മലായികത്തി, എല്ലാ മലക്കുകളെയും മുത്തുനബി കണ്ടു. മാത്രമല്ല വഅമ്മലഹും ലൈലത്തുൽ മിഅ്റാജ് ഇൻദ സിദ്റ, സിദ്റത്തിനടുത്ത് മിഅ്റാജിന്റെ രാത്രി അവർക്ക് വേണ്ടി എന്താക്കി ഇമാമത്ത് നിന്നു. അതേപോലെ പടച്ച റബ്ബിനെയും കണ്ടു. പക്ഷെ കേൾക്കുന്ന ശബ്ദം മുന്നേ കേട്ടിട്ടുണ്ട്, അല്ലെ? എല്ലാം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്താ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആദ്യം അല്ലാഹുത്തല പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് കേൾവി അല്ലാഹുത്തല തന്നു. എന്താണ് ആ കാതുകൊണ്ട്? ഹറാമ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ കേൾക്കാനും വതഅമലു, അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹറാമ് കേൾക്കാൻ വേണ്ടി, ഗീബത്ത് കേൾക്കാൻ വേണ്ടി അല്ല നിങ്ങൾക്ക് അള്ളാഹു ചെവിയെ തന്നത്. പിന്നീട് അല്ലാഹു തആല പറയുന്നു വൽ അബ്സാറ, നിങ്ങൾക്ക് അല്ലാഹു തആല കണ്ണിനെ തന്നു. ആ കണ്ണ് എന്തിനാണ് തന്നത്? പടച്ച റബ്ബ് ഹലാലാക്കിയത് കാണാൻ വേണ്ടി. ആ കണ്ണുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കാൻ വേണ്ടി, ആ കണ്ണുകൊണ്ട് കഅബ ശരീഫ് കാണാൻ വേണ്ടി, ആ കണ്ണുകൊണ്ട് ഉമ്പനെയും ബാപ്പനെയും കാണാൻ വേണ്ടി, അല്ലാതെ ഹറാമായ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു നിങ്ങൾക്ക് കണ്ണു തന്നത്. വൽ അഫ്ഇദത, ആ കണ്ണുകൊണ്ട് കണ്ടതും അതേപോലെ കാതുകൊണ്ട് കേട്ടതും അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഹൃദയത്തെ അല്ലാഹു തആല തന്നത്. ഈ ഹൃദയം കൊണ്ട് റബ്ബു തആല പൊരുത്തപ്പെടാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ കാണുകയും അതേപോലെ കേൾക്കുകയും അതെല്ലാം കാര്യങ്ങളെ ഈ ഹൃദയം കൊണ്ടാക്കണം, ചിന്തിക്കണം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്നു. പടച്ച റബ്ബ് കണ്ണ് തന്നിട്ടും കാത് തന്നിട്ടും ഹൃദയം തന്നിട്ടും ആ ഹൃദയം കൊണ്ടോ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ആ കാത് കൊണ്ടോ അല്ല പൊരുത്തപ്പെട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല, കേൾക്കുന്നില്ല, കാണുന്നില്ല. ഖലീലം മാ തശ്കുറൂൻ, നിങ്ങളെ ഭാഗത്ത് വളരെ തുച്ഛമാണ്, വളരെ കുറവാണ് ശുക്റുള്ളത്. പടച്ച റബ്ബ് നിങ്ങൾക്ക് കണ്ണ് തന്നിട്ടുണ്ട്, കേൾക്കാനുള്ള കാത് തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ഹൃദയം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നില്ല. പടച്ച റബ്ബിന്റെ ഖുർആൻ നിങ്ങൾ കേൾക്കുന്നില്ല. ആ പടച്ച റബ്ബിന്റെ ഖുർആൻ നിങ്ങൾ കാണുന്നില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ പടച്ച റബ്ബ് തന്ന ആ അനുഗ്രഹമാകുന്ന ആ ഹൃദയം, അതേപോലെ കണ്ണ്, കാത്, ഇത് നിങ്ങൾ ഹറാമിനെ നോക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു നിങ്ങളെ ഭാഗത്ത് വളരെ കുറച്ചമാണ് ശുക്റുള്ളത്. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയുന്നു ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ. നബിയെ, തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുക. ഈ ശത്രുക്കൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലല്ലോ, അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഹുവല്ലദീ, ആ ഒരുത്തൻ തന്നെയാണ്, ആകാശവും ഭൂമിയും പടച്ച ആ റബ്ബ് തന്നെയാണ്, ദറഅകും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങളെ പരത്തിവിട്ടത്. ഒരേ സ്ഥലത്ത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല, നാനാഭാഗത്തേക്കും നിങ്ങളെ പരത്തിവിട്ടിട്ടുണ്ട്, അല്ലെ? മനുഷ്യന്മാർ ഒരേ സ്ഥലത്തല്ല, ലോകമാകെ മനുഷ്യന്മാരുണ്ട്. ഖലഖക്കും, നിങ്ങൾ അല്ലാഹു തആല പടച്ചിട്ട് പരത്തി ലോകം മുഴുവനും പരത്തിവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പണിയെടുക്കാൻ, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ, അങ്ങനെ പല നിലക്കും നിങ്ങളെ വിതരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, ദുനിയാവിനെ നിങ്ങൾ സുഖിക്കാൻ വേണ്ടിയിട്ടല്ല, പടച്ച റബ്ബിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തിനെയും പടച്ചത് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പടച്ച റബ്ബിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, പടച്ച റബ്ബിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അള്ളാഹു തമനെ അമത്തുകൊണ്ട് അടിച്ച് പൊളിച്ച് റബ്ബിനെ മറന്നുകൊണ്ട് നിസ്കരിക്കാതെ ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാതെ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഉടനെ അല്ലാഹു തആല പറയുന്നു നിങ്ങളെ ഞങ്ങൾ ഭൂമിയിൽ
പരത്തി വിട്ടിട്ടുണ്ട്, വിതരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, വഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയാക്കപ്പെടും. ഭൂമിയിൽ പരത്തി വിട്ടതെങ്കിലും ഭൂമിയിൽ വിതരപ്പെട്ടതാണെങ്കിലും അതാ തജ്മഊന വതുബഅസൂനൽ ഹിസാബി, ഹിസാബിന് വേണ്ടി, നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി നിങ്ങൾ യാത്രയാക്കപ്പെടും. ഓരോ വിഷയം അവിടെ വിചാരണ ചെയ്യും. നിങ്ങൾ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആഖിറത്തിൽ വെച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളെ വെറുതെ വിടുകയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാം കഴിവുള്ളവനാണ്. അവൻ കണ്ടിട്ടില്ല, അവന് കഴിവില്ല എന്ന് വിചാരിക്കണ്ട. അവിടെ വെച്ച് അല്ലാഹു തആല പാഠം പഠിപ്പിക്കും. ഇത് പറയുമ്പോൾ അതാ അഹങ്കരിച്ച, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന അവർ ചോദിക്കുകയാണ് മുത്തുനബിയോട്, മുത്തുനബിനെ കൊണ്ട് വിശ്വസിച്ച ആളന്മാരോട്, അതാ കിബ്റിലി അഹങ്കാരത്ത് ചോദിക്കുകയാണ്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, അതാ ധിക്കാരികള്, അഹങ്കാരികൾ ചോദിക്കുകയാണ്, എപ്പോഴാണ് മഹ്ശറ? നിങ്ങൾ വിചാരണ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന് പറയുന്നല്ലേ. മതാ ഹാദൽ വഅദു, ഈ വഅദ്, ഈ മഹ്ശറ എപ്പോഴാണ്? ഈ വഅദ ചെയ്യപ്പെട്ട വിചാരണക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹ്ശറ എപ്പോഴാണ്? ഇൻ കുൻതും സ്വാദിഖീൻ, ഓ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ അവരോടാണ് അവർ പറയുന്നത്. നേരിന് വേണ്ടിയിട്ടല്ല, പരിഹസിച്ചു കൊണ്ടാണ് പറയുന്നത്. അഹങ്കാരത്തോടാണ് ചോദിക്കുന്നത്, എപ്പോഴാണ് ഈ വഅദ, ഇത് എപ്പോഴാണ് ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുക? അഹങ്കാരത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തുനബിയോട് തങ്ങൾ പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ഖിയാമത്ത് നാൾ സംഭവിക്കുക എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അതിനെ കുറിച്ചുള്ള വിവരം അള്ളാഹുവിന്റെ അടുക്കലാണ് ഉള്ളത്. അതിനെക്കുറിച്ചുള്ള തീരുമാനം അത് എപ്പോഴാണ് നടക്കുന്ന അള്ളാഹുവിന്റെ അടുത്താണ് ഉള്ളത്. ആ കാര്യത്തിൽ മറ്റാർക്കും കൈകടത്താൻ അധികാരമില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഒരാൾക്കും കൈകടത്താൻ ചാൻസ് ഇല്ല. പിന്നീട് പറഞ്ഞു, ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ താക്കീത് ചെയ്യുന്ന ആള് മാത്രമാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കും. ആ ഖിയാമത്ത് നാൾ നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ വിചാരണ ചെയ്യപ്പെടും. നല്ലവർക്ക് സ്വർഗത്തിലേക്ക് അല്ലാഹു തആല എന്താക്കും, കടത്തും. ചീത്തായ ആളുകളെ നരകത്തിലേക്കും കടത്തും. ഈ വിഷയം പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്, അത് ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഞാനുള്ളത്. ഖിയാമത്ത് നാൾ എപ്പോ സംഭവിക്കും അത് തീരുമാനിക്കുന്ന ഉടമസ്ഥനായ അല്ലാഹുവാണ്. ഈ നല്ല ചൂടൻ മറുപടിയാണ് മുത്തുനബി പരിശുദ്ധമായ ഖുർആനിൽ കൂടി അഹങ്കാരികൾക്ക് കൊടുത്തത്. അവർ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചതാണ്, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും മുഅ്മിനീൻ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യം വാസ്തവമാണെങ്കിൽ നിങ്ങൾ പറയൂ എപ്പോഴാണ്? അങ്ങനത്തൊന്നും ഉണ്ടാവല. ആ നിലക്ക് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരേ മറുപടി പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്നു. ഖുൽ, നബിയെ അവരോട് പറയുക, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള വിവരം, അതിനെക്കുറിച്ചുള്ള ഇൽമ് അത് പടച്ച റബ്ബിന്റെ അടുത്ത് മാത്രമാണുള്ളത്. ഒരാൾക്കും അതിൽ കൈകടത്താൻ അധികാരമില്ല. അത് റബ്ബിന്റെ ഇൽമാണ്, അത് റബ്ബിന്റെ തീരുമാനമാണ്. വഇന്നമാ അന നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്ന, അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്ത് നാം ചെയ്താലും നമ്മളൊരു ഓർമ്മ വേണം, ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് എന്താക്കപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും. ആ മഹ്ശറിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. നാം ചെയ്ത ഓരോത്തിനും അവിടെ വെച്ച് മറുപടി കൊടുക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ്
അള്ളാഹു നമ്മുടെ പക്കം സ്വീകരിക്കുമാറാകട്ടെ. ഏകദേശം 4 ബാക്കിയുണ്ട് അല്ലെ. ഇൻഷാ അള്ളാഹ് നാളെ ക്ലാസ് ഇല്ല, 16 ഇൻഷാ അള്ളാഹ് തീർക്കാം. ബേളാസം ശരി ദുആ മജ്‌ലിസുമാക്കാം. അള്ളാഹു നമ്മളെ വക്കും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമർ-റഹീമായ അല്ലാഹ് മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. ഇത് ഞങ്ങളെ വക്കൊന്ന് ഖബൂലാക്കണേ റഹ്മാനെ. നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഈ ഖുർആൻ ശരീഫ് നമ്മൾ എവിടെ പഠിച്ചു അല്ലാഹ്, അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പൂർണ്ണമായ സവാബ് നമുക്ക് ഓരോരുത്തർക്കും നൽകണം അല്ലാഹ്. അതിന്റെ മിത്ല സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലാം മരിച്ചു പോയവരുണ്ട്, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദും നീ വീട്ടി തരണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിലും വാണിയത്തിലും പണിയിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. കടങ്ങളെ തീർക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവസാനം മരിക്കുമ്പോൾ എല്ലാവരോടും നല്ല വസിയത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാഹി